അച്ഛൻ സ്കൂളിൽ പോവാണേ. നിനക്ക് ബാഗൊന്നും വേണ്ടേ? ഞാൻ ജംഗ്ഷനിൽ നിന്ന് 2 കൂലിക്കാരെ ഇങ്ങോട്ട് വിടാം. അച്ഛൻ അവരുടെ കയ്യിൽ കൊടുത്തു വിട്ടാ മതി. ഇവന്റെ ഒരു കാര്യം. അല്ലേ വേണ്ട, ഇന്ന് സ്കൂളിൽ NSSന്റെ മരംനടൽ പരിപാടിയാ. അത് തന്നെയാ നല്ലത്. നിന്നെയൊക്കെ പഠിപ്പിക്കുന്നതിൽ നല്ലത് മരം പിടിപ്പിക്കലാണെന്ന് അവർക്ക് തോന്നിക്കാണും. ഈ ബുദ്ധി നമ്മുടെ ടീച്ചർമാർക്ക് മുമ്പേ തോന്നിയിരുന്നെങ്കിൽ ഇവിടെ ഒരു ചമ്പൽക്കാട് തന്നെ ഉണ്ടായിരുന്നേനെ. മേ ഐ കം ഇൻ സർ? ഇപ്പൊ സമയം എന്തായി? 9 മണിക്ക് എത്തണം അറിയില്ലേ? 9 മണിക്കോ? 9 മണിക്ക് ഇവിടെ എന്താ സംഭവിച്ചത്? 9 മണിക്കൊന്നും സംഭവിച്ചില്ല. 9 മണിക്ക് ക്ലാസ് തുടങ്ങുന്ന അറിയില്ലേ? എന്താ ലേറ്റ് ആയത്? അത് പിന്നെ സാറേ, എന്റെ മുത്തശ്ശി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാ. കഴിഞ്ഞ ഓണപ്പരീക്ഷക്ക് നീ നിന്റെ മുത്തശ്ശി മരിച്ചു എന്ന് പറഞ്ഞല്ലേ ലീവ് എടുത്തത്? അത് പിന്നെ സാർ, കഴിഞ്ഞ ആഴ്ച എന്റെ മുത്തച്ഛൻ വീണ്ടും കെട്ടി. ഓർക്കുത്തരമല്ലാണ്ട് പറയില്ല. കേറ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കൂ. ടിൻഡു, നിന്നോട് ഇനി പ്രത്യേകം പറയണോ? ഇന്ന് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി മരങ്ങൾ വച്ചുപിടിപ്പിക്കുന്ന ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ മരങ്ങൾ മുറിക്കാതെ സംരക്ഷിച്ചാൽ നമുക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. മരം നമുക്ക് തണൽ തരുന്നു. പിന്നെ മരം ഉണ്ടെങ്കിൽ മണ്ണൊലിപ്പ് തടയും. അപ്പ സാറേ, ഈ മീശ വെക്കുന്നത് മൂക്കൊലിപ്പ് തടയാനാണ്? ഇവനെ ഇന്ന് ഞാൻ. എടാ, മീശയും മരവുമായിട്ട് എന്ത് ബന്ധമാ? മരം കൊണ്ടുള്ള വേറെ 2 ഗുണങ്ങൾ പറയൂ. മരം മുറിച്ചു വിറ്റാ കാശ് കിട്ടും. പിന്നെ മരം കൊണ്ട് ജനലും വാതിലും ഉണ്ടാക്കാം. മതി ഇരിക്ക്. ഇന്നലെ ഞാൻ എല്ലാവർക്കും ഓരോ ജോലി ഏൽപ്പിച്ചിട്ടില്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ? വെരി ഗുഡ്. അപ്പൊ ഒരാള് കുഴി വെട്ടണം, മറ്റേയാൾ മരം നടണം, പിന്നെ 3-മത്തെ ആൾ കുഴി മൂടണം. ഓക്കേ? ഓക്കേ. എന്താ ടിൻഡു ഇത്? കുഴി വെട്ടിക്കഴിഞ്ഞാൽ മരം വെച്ചിട്ട് വേണ്ടേ കുഴി മൂടാൻ? അത് പിന്നെ സാറേ, ചിഞ്ചുവിനെ കുഴി വെട്ടാൻ ഏൽപ്പിച്ചു, സുട്ടുവിനെ മരം വെക്കാൻ ഏൽപ്പിച്ചു, എന്നെ കുഴി മൂടാനും ഏൽപ്പിച്ചു. അതിന് മരം വെക്കാൻ ഏൽപ്പിച്ച സുട്ടു ഇന്ന് ലീവാ. അപ്പൊ എന്നെ ഏൽപ്പിച്ച പണി ഞാൻ ചെയ്തു. അത്രേ ഉള്ളൂ. തലയിൽ ആപ്പിള് വീണപ്പോൾ ന്യൂട്ടൻ ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചു. തലയിൽ ആപ്പിള് വീണപ്പോൾ ന്യൂട്ടൻ ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചു. തലയിൽ ആപ്പിള് വീണപ്പോൾ ന്യൂട്ടൻ ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചു. ചക്ക വീഴാഞ്ഞത് ഭാഗ്യം. തലയിൽ ആപ്പിള് വീണപ്പോൾ ന്യൂട്ടൻ ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചു. തലയിൽ ആപ്പിള് വീണപ്പോൾ ന്യൂട്ടൻ ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചു. മോനെ, നിനക്ക് എന്തു പറ്റി? അച്ഛാ, ഞാൻ പഠിക്കാച്ചാ. നീ ഇത്ര പെട്ടെന്ന് നന്നായോ? നീ ശരിക്കും പഠിക്കുക തന്നെയല്ലേ? അതെച്ചാ, ഞാനിപ്പോ ശരിക്കും നന്നായി. ഇന്നലെ സുരേഷ് എന്നെ തെറി വിളിച്ചിട്ട് ഞാൻ തിരിച്ചൊരക്ഷരം പോലും മിണ്ടിയില്ല. ഇനി എന്തേലും പറഞ്ഞാ അടിക്കൂന്ന് പറഞ്ഞിട്ടുണ്ട്. മിടുക്കൻ. എന്റെ പൊന്നുമോൻ തിരിച്ചു തല്ലാനൊന്നും പോണ്ട, മാഷിനോട് പറഞ്ഞാ മതി കേട്ടോ. മാഷ് തന്നെ ഈ സുരേഷ്. അച്ഛാ, എനിക്കൊരു 100 രൂപ വേണം. ടെക്സ്റ്റ് ബുക്ക് വാങ്ങാനാ. കഴിഞ്ഞ ആഴ്ചയല്ലേ നീ ബുക്ക് വാങ്ങാനാണെന്ന് പറഞ്ഞ് ഒരു 150 രൂപ എന്റെ അടുത്ത് വാങ്ങിയത്? അത് ഞാൻ കഴിഞ്ഞ ക്ലാസ് ടെസ്റ്റില് ഒരു സബ്ജക്റ്റില് പാസ്സായില്ലേ, ആ സന്തോഷത്തിന് ഞാൻ എന്റെ ഫ്രണ്ട്സിനൊരു ട്രീറ്റ് കൊടുത്തു. അല്ല, ഇന്നലെ ആയിരുന്നില്ലേ നിന്റെ ഓണപ്പരീക്ഷയുടെ റിസൾട്ട് അറിയേണ്ടത്? എന്നിട്ട് എന്തായി? എത്ര മാർക്കുണ്ട്? അച്ഛനൊരു തമാശ കേൾക്കണോ? അച്ഛന്റെ ആ കൂട്ടുകാരനില്ലേ, മറ്റേ ഡോക്ടർ, അയാളുടെ മോൻ തോറ്റു. ഡോക്ടറുടെ മോന്റെ കാര്യമല്ല ചോദിച്ചത്, നിന്റെ കാര്യമാ ചോദിച്ചത്. പിന്നെ അച്ഛാ, ആ മുന്നില്ലേ ആ വക്കീലിന്റെ മോൻ. ഏത് വക്കീല്? അച്ഛാ, ആരീസ് വക്കീലിന്റെ മോൻ. അവന് 8 നില പൊട്ടി. വക്കീലിന്റെയും ഡോക്ടറുടെയും മക്കളുടെ കാര്യമല്ല ചോദിച്ചത്, നീ നിന്റെ മാർക്ക് പറ, അതെന്തായി? വക്കീലിന്റെയും ഡോക്ടറുടെയും കുട്ടികൾ വരെ തോറ്റു. പിന്നെ ഞാൻ മാത്രം പാസ്സാവാൻ അച്ഛനെന്താ അമേരിക്കൻ പ്രസിഡന്റാ? കാണട്ടെ നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട്. ചുരുക്കി പറഞ്ഞ എല്ലാത്തിനും ചുവപ്പ് വരെ ആയിരിക്കും അല്ലേ? എല്ലാത്തിനും ചുവപ്പ് വരെ ഒന്നുമില്ല, ഒന്നിന് മാത്രം. ഒരൊറ്റ വിഷയത്തിനെ ചുവപ്പ് വരെയുള്ളൂ? മിടുക്കൻ. അതല്ല, ഒന്നിന് മാത്രം ചുവപ്പ് വരെ കിട്ടിയില്ല എന്ന് പറയായിരുന്നു. അതേത് വിഷയത്തിനാ? ഇംഗ്ലീഷിനാണോ? അല്ല. പിന്നെ മലയാളം? അല്ലേ അല്ല. എന്നാ പിന്നെ ഹിന്ദി ആയിരിക്കും. ഹിന്ദിയുമല്ല. പിന്നെ ഏതിനാടാ? ടോട്ടലിന് മാത്രം ചുവപ്പ് വരെയില്ല. 5 സബ്ജക്റ്റിനും കൂടി
45 മാർക്ക്. നാണമില്ലേ? ആ പ്രോഗ്രസ് റിപ്പോർട്ട് ഒപ്പിടുന്ന ആലോചിച്ചിട്ട് തന്നെ എനിക്ക് നാണമാകുന്നു. അച്ഛന് വിഷമമുണ്ടെങ്കിൽ അച്ഛൻ്റെ ഒപ്പം ഞാൻ ഇട്ടോളാം. എനിക്കങ്ങനെ വലിപ്പച്ചെറുപ്പൊന്നുമില്ല. അയ്യോ വേണ്ട, അച്ഛൻ്റെ പൊന്നുമോൻ അത്രയ്ക്കങ്ങ് കടന്ന് ചിന്തിക്കണ്ട. ഇവിടെ കാട്, ഞാൻ ഒപ്പിട്ട് തരാം. അത് പിന്നെ അതിപ്പം കയ്യിലില്ല, നാളെ തരാം. പ്രോഗ്രസ് കാർഡ് കയ്യിലില്ലെന്നോ? കാർഡ് പിന്നെ എവിടെ പാടാ? ആ പ്രോഗ്രസ് കാർഡ് ഞാൻ ചിഞ്ചുവിന് കൊടുത്തതാ. അത് കാട്ടി അവന് അവന്റെ അച്ഛനെ പേടിപ്പിക്കാനാണ് പോലും.